ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടി ചേട്ടാ റെഡിയാക്കണം. നല്ല വിശക്കണം, വയറൊക്കെ ഇങ്ങനെ പോയണ പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കൂലായിരുന്നു. നല്ല വിശക്കണം, കത്താൻ റെഡിയാക്കി ചേട്ടാ. കഴിക്കാൻ ഞാൻ പോയി ഒന്ന് അഡ്ജസ്റ്റും ചെയ്ത് ഒന്ന് മൊബൈലും ചാർജ് കയറണം. ബാക്കിയെല്ലാം സെറ്റാണ്, ഒക്കെയാണ്. ചാർജ് കുറവാ, അത്രേ ഉള്ളൂ. ട്രേഡ് നോക്കിയതായിരുന്നു ചേട്ടാ, പക്ഷേ ഉണ്ടായിപ്പോയി. പൊളി ട്രേഡായിരുന്നു ചേട്ടാ. ഇവിടെ നിന്നൊരു പാർഷ്യൽ എക്സിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുക. അത് തന്നെ ലോസ് ആയാലും കുഴപ്പമില്ല, അടിപൊളി ട്രേഡായിരുന്നു കേട്ടോ. എത്ര നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ട് നോക്കാം. ക്രൈസി മാൻ, ക്രൈസി ജസ്റ്റ് ഒരു ആക്സെപ്റ്റ് ചെയ്യേണ്ട ഇങ്ങനൊരു 50% കൂടി ഉണ്ട്. ലോസ് ഇല്ല, 50% ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. 1:2 ഏകദേശം 2.5 വരെ അടുപ്പിച്ചുണ്ട്. നയിക്കും. പ്രോഫിറ്റ് എത്ര പിപ്പ്? 25 പിപ്പ്. SL എത്ര? 10 പിപ്പ് അടുപ്പിച്ചില്ല. മനസ്സിലായ? കുഴപ്പമില്ല, ഒരടി തന്നെ ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല, അങ്ങനത്തെ രീതിയിലാക്കിയിട്ടുണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് തന്നെ കുഴപ്പമില്ല. 2 ട്രേഡിൽ കുഴപ്പമില്ല. ഡൗൺ ട്രെൻഡ് ആണെന്നാണ് തോന്നുന്നത് എനിക്ക് ഈ ട്രേഡിൻ്റെ ഡെസ്റ്റിനി ഡൗൺ എന്നാണ് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ട്രേഡിനെ പോവേണ്ടത്. ഇനി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല മൂവ്മെൻ്റ് ഉണ്ട്, നല്ല വാൾട്ടിലേറ്റ് ഉണ്ട് മാർക്കറ്റ്. ഇപ്പോൾ ടൈമും ആയിട്ടില്ല വലുതായിട്ട്, പക്ഷെ നല്ല വാൾട്ടിലോട്ട് നല്ല മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. നല്ല മൂവ്മെൻ്റ് ഉണ്ട് മാർക്കറ്റ്. എനിക്ക് മാർക്കറ്റ് മൂവ്മെൻ്റ് ഇട്ടിട്ട് നല്ല ഡൗൺ സെൻ്റ് ട്രെൻഡ് എന്നാണ് തോന്നണം. പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ഡൗൺ ട്രെൻഡാണ്, അടിപൊളി ഡൗൺ ട്രെൻഡാണ്. ട്രെൻഡിന് പോകേണ്ട ഡൗൺ തന്നെയാണ്, പക്ഷേ ഈ വാൾട്ടിലിറ്റി കൂടുതൽ കാരണം നല്ലൊരു വിഷയം. കുഴപ്പമില്ല, കൊള്ളാം കേട്ടോ. നല്ലൊരു ട്രേഡായിരുന്നു. എൻ്റെ സെറ്റ് ആക്കിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, ഓക്കെയാണ്. ജസ്റ്റ് വാച്ച്. 3 ട്രേഡിൽ 2 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം കുഴപ്പമില്ല. അതിൽ ഒരെണ്ണം പാർഷ്യൽ അക്സെപ്റ്റ് ചെയ്ത് ലോസ് ബുക്കല്ല, മനസ്സിലായില്ല, ലോസ് ബുക്കല്ല. ഒരെണ്ണം ചെറിയൊരു പോയിന്റ് ലോസാണ്. ബ്രോ, ഹോളി ഷിറ്റ്, നോക്കിക്കൊണ്ടിരിക്കട്ടെ. ട്രേഡായിരുന്നു കേട്ടാ. ഇതൊക്കെ തൊട്ടിരുന്നത് പോലും 100 പിപ്പ് ഇവിടെ തന്നെയുണ്ട്. ഒരു രക്ഷയില്ലാത്ത മൂവ്മെന്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗോഡ് ലെവൽ. ഞാൻ തൊട്ടത് മാത്രമേ ചെറുതന്നേ ഉള്ളൂ. ഞാൻ തൊട്ടതിന് ശേഷം എല്ലാം വലുതാ, തൊടുന്നതിന് മുമ്പേയും വലുതാ. 100, 200, 150 പിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ട്രേഡ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. സിൽവറിലെ തല്ലേ കേട്ടോ, പിപ്പിൻ്റെ അളവ് വേണ്ട. 1, 2, 3, 4 മിനിറ്റിൽ 620. അതുപോലെ 2 മിനിറ്റ് നോക്കിയാൽ മതി, 3 മിനിറ്റ് നോക്കണ്ട. 500 പിപ്പ് അടുപ്പിച്ച്. മൂന്ന് മിനിറ്റിൻ്റെ മൂവ്മെൻറ്റ് 450 പിപ്പ്. പറയണ്ട, ഹോളി ഷിറ്റ്. മജാ ആ ഗയാ ബ്രദർ, മജാ ആ ഗയാ. ഞാൻ പോയി എല്ലാ ലെവലൊക്കെ നോക്കി ഒന്ന് സെറ്റാക്കി പറഞ്ഞു കൊടുക്കട്ടെ. ലൈറ്റ് ഓഫ് ചെയ്ത് ഇറങ്ങണം കേട്ടോ. ഓക്കെ, ടൈമായി. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ട്രേഡിങ് ഞാൻ ഏകദേശം എത്ര ദിവസം ചെയ്ത് മാർക്കറ്റിൽ കണ്ടിന്യൂസ്ലി ഏകദേശം 1.5 മന്ത് ഇരുന്നെന്ന് തോന്നുന്നു. ഇന്നാണ് എൻ്റെ മാർക്കറ്റ് എന്നെ എടുത്തിട്ട് ഉരുട്ടിക്കളഞ്ഞു. ഒരിക്കലും ഇല്ലാത്ത വെറൈറ്റി മൂവ്മെന്റ് ആയിരുന്നു.
എന്നെ അങ്ങ് ഹാപ്പി ആക്കി കളഞ്ഞു കേട്ടോ. 2 മിനിറ്റില് 100 പിപ്പൊക്കെ ഇതെങ്ങനെ ക്യാപ്ചർ ചെയ്യുമെന്നില്ല എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിന്തിക്കണം അതിനെ പറ്റി. ചെടിയുടെ അടുത്ത് നോക്കട്ടെ, കണ്ടല്ലോ. ഞാൻ അതിനെ പറ്റി വീണ്ടും ചിന്തിക്കണം. ഫുഡ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൈക്കൊക്കെ ഊരി വെച്ചോട്ട്, അപ്പോഴത്തേക്ക് അത് റെഡിയാ. കഴിക്കട്ടെ കഴിക്കട്ടെ. ഇനി നല്ല രസമുണ്ട് കഴിക്കാൻ. ഇത് കഴിച്ചിട്ട് ഇതുവരെയും സാലറി വന്നില്ല. എനിക്ക് ഒന്ന് ഇന്ന് വൈകുന്നേരം വരുള്ളൂ എന്ന് തോന്നുന്നു. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ്. അവിടെ ഞാൻ ചോറും വെച്ചിട്ടുണ്ട്, റൈസ് ചോറ് ഉള്ളൂ. ചെടിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എത്ര നാളെ ഓടുമെന്നൊരു പിടിയില്ല. എല്ലാം ഉണങ്ങി ചൂട് കൊണ്ട്. പിന്നെ ഫിൽറ്ററും ചേഞ്ച് ആക്കി. ടീം വന്നായിരുന്നു ഞാൻ ഉറങ്ങി എണീറ്റതിന് ശേഷം. പിന്നെയെന്ന് പറഞ്ഞാൽ കയറണേട്ടാ, ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റായത്. എൻ്റെ അളവിന് യഥാർത്ഥമായിട്ട് ലേറ്റായിട്ടില്ല. മനസ്സിലായില്ല. 6:38 7 മണിക്കല്ലേ ഡ്യൂട്ടി. ലേറ്റായിട്ടില്ല, പക്ഷെ എൻ്റെ ഒരു ഇതിൽ ലേറ്റായി, അത്ര. കമ്പ്യൂട്ടറിൻ്റെ കൊണ്ട് വെച്ച് കേട്ടോ, പക്ഷേ ഇവിടെ കിട്ടിയിട്ടില്ല. ഇവിടെയുള്ള കൺട്രോൾ ഫുള്ള് വേറെ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ കിട്ടണില്ല, ഇവിടുത്തെ സിസ്റ്റത്തിൽ കിട്ടണില്ല. ഫയൽ വല്ലതും മിസ്സിങ് ആണതാണ് എന്തിനാണെന്ന് അറിഞ്ഞു, കോഡിങ്ങിൻ്റെ ഇഷ്യൂ ആണോ എന്താണെന്ന് അറിഞ്ഞു. അതൊന്നും നോക്കിക്കോളും, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. കണ്ടല്ലോ, എൻ്റെ ഞാൻ ലേറ്റായിപ്പോയി. ഇനി അടുത്ത് പോയി ഒന്ന് അനാലിസിസ് ഒക്കെ ചെയ്ത് കമ്പ്യൂട്ടർ ഒന്ന് നോക്കി. പക്ഷെ ഇവിടെ ഇതിൽ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് എളുപ്പത്തിൽ ഇപ്പൊ പമ്പ് ചേഞ്ച് ചെയ്യാം, കുറച്ച് ഈസി ആയിരിക്കുമായിരുന്നു. അതെന്തായാലും റെഡിയാക്കണം. ചെയ്ത് കേട്ടോ. അതായത് ഇത്തീരിയം ഗോൾഡും ഓക്കെ, ഗോൾഡ് ആൻഡ് വാച്ച് നോക്കിക്കൊണ്ടിരിക്കുക. നോക്കട്ടെ എന്തു പറയാനാ, ജസ്റ്റ് വാച്ചിങ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ എക്സൈറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യണേണ് കേട്ടോ. പാർഷ്യൽ എക്സൈറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യണേ. എന്താണ് ഫുൾ എക്സൈറ്റ് ചെയ്യേണ്ടതായിരുന്നോ? പാർഷ്യൽ മാത്രം എക്സൈറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തതാ. സ്റ്റോപ്പ് ലോസ് കുറക്കണതിന് മുമ്പ് ഇത്ര എത്തി, കോൾ വന്നേലേ എന്ന് പറഞ്ഞാൽ. എങ്ങനെയെന്ന് പറഞ്ഞാൽ എത്ര റേഷ്യോ ബേസ് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്ര ട്രേഡാണ്. പക്ഷേ ഞാൻ ലോസ് കൺട്രോൾ ചെയ്തതിലാണ്. അതാണ് നല്ലത്. കിട്ടണ ഇതും ബുക്ക് ചെയ്തെടുത്തിട്ട് ഓടി. എത്ര റിസ്ക് എടുത്തോ അതിൻ്റെ പാതി ബുക്ക് ചെയ്ത് ലോസായി പോയി. കുഴപ്പമില്ല, നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അടുത്ത് ചിലപ്പോൾ ലോസ് തന്നെ കിട്ടുമായിരുന്നു വേറെ. പാർഷ്യൽ ബുക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല. വേണ്ട, അടുത്തത് ഇവിടെ വന്നണ്ട. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തു. ബാക്കി ഇതൊക്കെ സഡൻലി അല്ലേ പോയത്. ഇവിടെ ഇത്രയും കണ്ട ഇറങ്ങിയപ്പോ തന്നെ ഞാൻ പാനിക്കായി. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടാ. എന്ന് പറഞ്ഞാ അതൊന്നും റെഡി ആയിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞൂടാ. ഇനിയിപ്പോയി അതുകൊണ്ട് പമ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലായിടം ചെക്ക് ചെയ്തിട്ട് പമ്പ് ഒന്ന് ചേഞ്ച് ചെയ്യണം. പമ്പിന്റെ നമ്പർ നോക്കി പോയി ചേഞ്ച് ചെയ്തിട്ട്. മാർക്കറ്റ് നല്ല വോളറ്റിലിറ്റി ഉണ്ട് കേട്ടോ, നല്ല മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ആവശ്യമില്ലാതെ ചാടിക്കഴിഞ്ഞാൽ രസല. ഇപ്പം അടിച്ച് ഇപ്പം ലക്കെന്നെങ്കിലും പറയാം കിട്ടിയത് ഒരു എത്ര പാതിയെങ്കിലും പാർഷ്യൽ എക്സിറ്റ് ചെയ്തോണ്ട്. മറ്റതൊന്നും കാണൂല. ഇതിന്റെ ഇടയിൽന്നൊക്കെ എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയൂല. കണ്ടാണെന്ന് പോണതല്ല.
കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ് കേട്ടോ, കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. ഞാൻ കുറേ കഴിച്ചിന്ന്, റൈസ് നല്ല കഴിച്ചു, പക്ഷേ വിശക്കാണ് വയറിന് ഇപ്പോഴും. പണ്ടത്തെക്കാളും കൂടുതൽ കഴിക്കുകയാണ്, എന്നിട്ടും വിശക്കണം നീ ഇപ്പോഴും. വയറിനകത്ത് എന്തോ ബ്ലാക്ക് ഹോൾ വന്നോല്ലോ. എന്താ പറ്റിയെന്ന് പറഞ്ഞൂടാ, നല്ല വിശക്കാണ്. ഞാൻ എന്നാൽ ഡ്യൂട്ടി കയറുന്നതിനിപ്പോ കഴിച്ചതുമാണ്. ട്രേഡിങ്ങിന്റെ ബേസിൽ നിന്ന് ടിക് ടാക് കുഴപ്പമില്ല. പാർഷ്യൽ എക്സൈറ്റ് ചെയ്തുകൊണ്ടൊന്നൊരു ലോസ് ഇല്ല, അത്ര തന്നെ, അങ്ങനെ പറയാൻ പറ്റൂ. ഞാൻ അടുത്ത് പോയി മീറ്ററിന്റെ ഫോട്ടോ എടുത്ത് സെറ്റ് ചെയ്തിട്ട് മീറ്ററിന്റെ ഫോട്ടോ എടുത്താൽ മതി കേട്ടോ, ബാക്കിയിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ചെന്ന് ഇത് ചെയ്യാനുണ്ട്, പമ്പൊന്ന് ചേഞ്ച് ചെയ്യണം, അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് 5 എന്തോ ഓൺ ചെയ്ത് 4 ഓഫ് ചെയ്യണം. അത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി പോയി ഒന്ന് എല്ലാ റീഡിംഗ് ഒക്കെ എഴുതി സെറ്റ് ചെയ്യുക. റീഡിങ് ഫുൾ എഴുതി കഴിഞ്ഞ കേട്ടോ, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, കമ്പ്യൂട്ടറിൻ്റെ റെഡി ആവണില്ല, ഒരു പിടിയില്ല. പിന്നെ മാർക്കറ്റും ഇന്ന് തന്നെ കുറച്ചും കൂടി പഠിപ്പിച്ച്, ഇനി കുറച്ചും കൂടി പഠിക്കണം, ഡെയിലി പഠിക്കണം, ഡെയിലി ഓരോന്നുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ നോക്കും, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ജോലിയും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇനി പോയി വീണ്ടും എഡിറ്റ് ചെയ്ത് പുറത്ത് പോയിരുന്ന് നോക്കണം. പിന്നെ ഫുഡ് ഉണ്ടായി കഴിക്കണം, നല്ല വിശക്കാണ്. എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടെ, വയറൊക്കെ ഭയങ്കര പിടുത്തം, കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി, വിശക്കാണ്. ഇതാ ടാഗ് ഫോർ വാച്ചിങ് ഗൈസ്, വേറെ പരിപാടിയൊന്നുമില്ല, ഇനി അതൊക്കെ തന്നെ.